ഹലോ, ഇന്നും നമ്മൾ കൊഴുവ വെച്ചിട്ടൊരു പീരയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിവിടെ ഇതാ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3-4 അല്ലി പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് ആവശ്യമായ തേങ്ങ വേണം, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ തന്നെ ഉപ്പും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും തന്നെ ടേസ്റ്റ് ഉണ്ടാവും മീൻകറിക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സി ഉപയോഗിക്കാതെയാണ്, അതായത് മിക്സിയിൽ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മിയാണ് നമ്മൾ ഈ കൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ. അപ്പോൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ മസാല നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ആകെ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പും ചേർത്തു, തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇത്രയും മാത്രമേ ഉള്ളേ. അപ്പം നമുക്ക് ഇനി പാത്രം വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേനും എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിച്ച് 2-3 ചുവന്നുള്ളി ഇട്ട് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതൊന്ന് മൂത്ത് വരുമ്പം തന്നെയാണ് നമ്മൾ ഈ മസാല ചേർക്കുന്നത്. അതിന് നമുക്ക് മറക്കാൻ പാടില്ലാത്തൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുടംപുളി ഇട്ട് തന്നെ വേണം ഇത് വെക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ മസാല എല്ലാം ഇടുന്നുണ്ട്. മസാല ഇട്ട് നമ്മളിതൊന്ന് ചൂടാക്കുന്നുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷമാണ് ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ആ മസാലയിൽ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ ഈ മസാല ഒന്ന് ഇളക്കി അതിൻ്റെ ഇതൊന്ന് മാറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി വറക്കൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാല വെച്ച് തന്നെ ഇതങ്ങ് പൊതിയുവാണേ. മസാല വെച്ച് 4 സൈഡിൽ നിന്ന് ഇതെല്ലാം അങ്ങ് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. വേവിച്ച് വെച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. തുറന്ന് നോക്കുമ്പോഴത്തേനും ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ നല്ലോണം കുടിച്ചിങ്ങനെ വരും. അപ്പോൾ ആ വെള്ളം ഒന്ന് ഇളക്കി ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും അടച്ച് വെക്കുകയാണേ. അടച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് വേണ്ട കേട്ടോ. ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാകും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചിരിക്കും കേട്ടോ ഈ മീൻപീര റെഡിയായിട്ട് വരാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.